ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 31-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. കഴിഞ്ഞ 30 ദിവസവും നമ്മുടെ ജീവിതത്തിലെ പാപകരമായ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ച് പാപങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് കഴുകി വിശുദ്ധീകരിച്ച് നല്ല കുമ്പസാരം നടത്തി ദൈവത്തോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ. 31-ാം ദിനത്തില് നാം ധ്യാനിക്കുന്നത് ജോഷുവയുടെ പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിലെ ആഖാന്റെ പാപം എന്ന തിന്മയെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിൽ ഈ ആഖാന്റെ പാപത്തിന് സമാനമായ എന്തെങ്കിലും പാപങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുവാനായിട്ട് ഒരു നിമിഷം നമുക്കൊന്ന് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, 6-ാം അധ്യായത്തിലെ ജെറീക്കോ പട്ടണത്തിന്റെ പതനം, അല്ലെങ്കിൽ ജെറീക്കോയെ ഇസ്രായേൽ ജനം ആക്രമിച്ച് കീഴടക്കുന്നത് നാം കാണുകയാണ്. തുടർന്ന് അതിനേക്കഴിഞ്ഞും ചെറിയ പട്ടണമായ ആയി പട്ടണത്തെ കീഴടക്കാനായിട്ട് ഏതാണ്ട് വളരെ ചുരുങ്ങിയ ആളുകൾ, 3000-ഓളം ആളുകൾ മാത്രം പോവുകയും എന്നാൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ തോറ്റു പിന്തിരിഞ്ഞോടി എന്നാ പറയുന്നത്. 7-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള വചനങ്ങളിൽ നമുക്കങ്ങനെ വായിക്കാനായിട്ട് സാധിക്കും. തുടർന്ന് ജോഷുവ വസ്ത്രം കീറുകയും വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ ശിരസിൽ പൊടിയൊക്കെ വാരിയിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കർത്താവിന്റെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ദൈവമായ കർത്താവ് 11-ാം തിരുവചനത്തിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്: ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എന്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി, അവ തങ്ങളുടെ സാമാനങ്ങളോടുകൂടി വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു മേഖല ഉണ്ടെങ്കിൽ, അതായത് ദൈവമായ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന നിഷിദ്ധമായ പലതും, ചിലപ്പോൾ നമ്മുടെ പാപങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ വന്നിട്ടുള്ള ചില മേഖലകളായിരിക്കാം. കോപത്തിന്റെ അവസ്ഥയാകാം, ദേഷ്യമാകാം, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാകാം, ഇങ്ങനെ, അല്ലെങ്കിൽ ചില രഹസ്യമായിട്ടുള്ള തിന്മകളാവാം, മറ്റുള്ളവരെ അറിയരുതെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളൊക്കെ ആവാം. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ നമ്മൾ വെക്കും, അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ചില നന്മകളൊക്കെ കാണും, നല്ല കാര്യങ്ങളൊക്കെ കാണും. ഇതിനോട് ചേർത്ത് ഇതുപോലെ ഒരു ചെറിയ തിന്മയുടെ ഒരു ഭാഗം നമ്മൾ ചേർത്ത് വെച്ചിരിക്കുക. എന്നിട്ട് ലോകത്തിൽ പലതിനോടോ, അല്ലെങ്കിൽ തിന്മയോടോ, അല്ലെങ്കിൽ പലതും നേടേണ്ടതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവയൊന്നും നേടുവാൻ കഴിയുന്നില്ല. ഇതാണ് ആഖാന്റെ പാപത്തെക്കുറിച്ച് ദൈവം നമുക്ക് നൽകുന്ന ചിന്തകൾ. പ്രിയമുള്ളവരെ, തുടർന്ന് ജോഷുവ ആഖാനോട് പറഞ്ഞു: എന്റെ മകനെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക. നീ എന്ത് ചെയ്തെന്ന് എന്നോട് പറയുക, എന്നിൽ നിന്നൊന്നും മറച്ചു വെക്കരുത്. തുടർന്ന് ആഖാൻ പറയുന്നുണ്ട്: ഞാനത് കൈവശപ്പെടുത്തി, ഞാൻ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുക. പ്രിയമുള്ളവരെ, തുടർന്ന് ആഖാന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുകയാണ്. ആഖാനെയും ആഖാന്റെ കുടുംബത്തിലെ എല്ലാവരെയും, അവനെയും കുടുംബത്തെയും വസ്തുവകളെല്ലാം കൂടി ജനം കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റിവെക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഹൃദയത്തോടൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ചില തിന്മകളുടെ അവസ്ഥകൾ കാണും, വെറുപ്പിന്റെയും ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ കാണും. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ച് വിജയിക്കാനായിട്ട് നോക്കും. നമുക്കറിയാം, ഒരു ഗ്ലാസ് ശുദ്ധജലത്തിൽ ഒരു തുള്ളി എന്തെങ്കിലും ഒരു ചെളിയോ അല്പം മണ്ണെണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് പറയുന്നത് പോലെയാണ് മറ്റെല്ലാ നന്മകളും ഒക്കെ നമ്മൾ ചെയ്തു, ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്തു, പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാന അർപ്പിച്ചു, അല്ലെങ്കിൽ കുമ്പസാരിച്ചു, ആത്മീയ പ്രവൃത്തികൾ ചെയ്തു, കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്തു. അവിടെ ഒരു കൊച്ചു തിന്മയായിട്ട് ഒരു കൊച്ചു കാര്യം ഇങ്ങനെ ചേർന്നിരിക്കുക, ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാൻ നമ്മൾ മടി കാണിക്കുന്ന ഒരു കാര്യം. അത് മാത്രം ഇരുന്നത് കൊണ്ട് എന്താ കുഴപ്പം? എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ? ഇങ്ങനെയുള്ള കുറച്ച് ചിന്തകളിലൂടെ പോകുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന്റെ കരുണയ്ക്ക്, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് അവിടെ തടസ്സമുണ്ടാവുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുക. ഇങ്ങനെ നിഷിദ്ധമായ, ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തോട്, എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിപ്പുണ്ടോ? ഒന്ന് സൂക്ഷ്മമായി തമ്പുരാന്റെ തിരുസന്നിധിയിൽ ഒന്ന് പരിശോധിക്കുക. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടോ? ദൈവതിരുസന്നിധിയിൽ അങ്ങനെയൊന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന്, സൗഖ്യത്തിന്, അഭിഷേകത്തിന് തടസ്സമായി അങ്ങനെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഈ ദിവസം അതിനെ ഒന്ന് തുടച്ചു നീക്കുവാൻ, അതിനെ ഒന്ന് മാറ്റിക്കളയുവാനായിട്ട് പരിശ്രമിക്കാം. നല്ല ഈശോ നമ്മുടെ ജീവിതത്തെ അഭിഷേകമാക്കി മാറ്റട്ടെ.
അനുഗ്രഹമാക്കി മാറ്റട്ടെ. ആമേൻ.